ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ചേട്ടന്റെ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രകാരം സെപ്റ്റംബർ 26 പുതുതായിട്ട് സിനിമയുടെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ മെയ് മുതൽ പലതവണ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത സിനിമയാണ് കളങ്കാവൽ. അന്നേ ദിവസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ അതിനും ഒരു ദിവസം മുന്നേ വിനീത് ശ്രീനിവാസൻ സിനിമയോടൊപ്പമായിരിക്കും മമ്മൂട്ടി ചേട്ടന്റെ സിനിമ ക്ലാഷ് റിലീസിനായിട്ട് എത്തുക. ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളുടെ വൻവിജയത്തിന് ശേഷം വിനീത് മെറിലാൻഡ് കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയിൽ നോബൽ തോമസ് നായകനായി എത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമ സെപ്റ്റംബർ 25 തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അടുത്തൊരു അപ്ഡേറ്റ് ജൂലൈ 6 പുറത്തുവരും. ഫിലിപ്സ്, ഹെലൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച നടൻ കൂടിയാണ് വിനീതിന്റെ ഏറ്റവും പുതിയ സിനിമയിൽ നായകനായി എത്തുന്ന നോബൽ ബാബു തോമസ്. ഇന്ന് സൽമാൻ ഖാന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിന്റെ കാണുന്ന ഒരു കിഡിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് റിലീസ് ആയിരിക്കുന്നത്. കാത്തിരിക്കും സൽമാൻ ഖാൻ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. പ്രേമലുവിന് ശേഷം പ്രേമലു 2 അല്ല ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന സിനിമ. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച നിവിൻ പോളി നായകനായി എത്തുന്ന ഒരു സിനിമ വരുന്നുവെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. ആ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ടൈറ്റിലുമായിരിക്കുകയാണ് ബദ്ലേഹം കുടുംബ യൂണിറ്റ് എന്നാണ് സിനിമയുടെ പേര്. നിവിൻ മമിത കോംബോ വീണ്ടും ഒരിക്കൽ കൂടി രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയ്ക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമയുടെ ഷൂട്ട് വരുന്ന സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് ദിലീഷ് പോത്തൻ അറിയിച്ചിരിക്കുന്നു. അനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. അത് പ്രകാരം തൃപ്തി ഡിംറി നായിക വേഷത്തിലെത്തുന്ന ഈ സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടനും സംവിധായകനുമാണല്ലോ. കഴിഞ്ഞ ദിവസം നോബഡി എന്ന സിനിമയുടെ ഷെഡ്യൂൾ പാക്കപ്പ് ആയതോടുകൂടി പൃഥ്വിരാജ് മുംബൈയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് ഉടനെ തന്നെ രാജമൗലി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പൃഥ്വിരാജ് ജോയിൻ ചെയ്യുന്നതാണ്. SSMB 29 എന്ന സിനിമയിലെ ഒരു ഷെഡ്യൂൾ ഷൂട്ട് കൂടി പൃഥ്വിരാജ് പൂർത്തിയായാൽ പിന്നെ ഖലീഫയിലേക്കായിരിക്കും പൃഥ്വിരാജ് അടുത്തതായിട്ട് ജോയിൻ ചെയ്യുക. ഓഗസ്റ്റിൽ വളരെ കുറച്ച് ദിവസത്തെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിലായിരിക്കും പൃഥ്വിരാജ് പങ്കെടുക്കുക. അതിനുശേഷം വീണ്ടും നോബഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് ജോയിൻ ചെയ്യും. ആകെ 100-ൽ പരം ദിവസത്തെ ഷൂട്ടുള്ള ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബറോടെ പൂർത്തീകരിക്കുമെന്നും അതിനുശേഷം സന്തോഷ് ട്രോഫി എന്ന വിപിൻ ദാസിന്റെ സിനിമയിലേക്ക് പൃഥ്വിരാജ് ജോയിൻ ചെയ്യുമെന്നും പിന്നെ ഈ വർഷം മുഴുവൻ പൃഥ്വിരാജ് ആ സിനിമയുടെ ഷൂട്ടിലായിരിക്കുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. സന്തോഷ് ട്രോഫിക്കും നോബഡി പോലെ തന്നെ 100-ലധികം ദിവസത്തെ ഷൂട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ഈ പറഞ്ഞ സിനിമകളുടെ ഷൂട്ടിന് ശേഷമായിരിക്കും കാളിയൻ ഒപ്പം തന്നെ ഖലീഫ എന്നീ സിനിമകളുടെ മുഴുനീള ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിലേക്ക് പൃഥ്വിരാജ് കടക്കുക. അപ്പോൾ രാജുവേട്ടൻ ബിസിയാണ് എന്നർത്ഥം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.